Class 6, Chapter 15, Dohe. If you want more videos, please write which class, chapter number, and please write chapter name also. If you can write first line കൂടി എഴുതി കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതാകും. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. ദോഹയാണ്. ഇതിൽ നാല് കവികൾ അവരുടെ നാല് വരികളാണ് തന്നിരിക്കുന്നത്. ആദ്യത്തെ കബീറിൻ്റെ ലൈൻസാണ്. കാൽ കരേ സോ आज करे सो अब, पल में परलय होएगी, बहुरी करेगा कब. ऐसी बानी बोलिए मन का आपा खोए, औरन को सोतल करे आपहु शीतल होए. ആദ്യത്തെ രണ്ട് ലൈൻ നോക്കാം. കാൽ കരേ സോ ആജ് കരേ സോ അബ്, പൽ മേ പർലയ ഹോएगी, बहुरी കരേഗ കബ്. കാൽ കരേ സോ ആജ് കർ, അതായത് എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും നമുക്ക് പണി തന്നെയാണ്, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ കാൽ കരേ, അതായത് നാളെ ചെയ്യേണ്ട കാര്യം ഇപ്പോൾ നമ്മൾ നാളേക്ക് മാറ്റി വയ്ക്കാണ്ട് അത് ഇന്ന് തന്നെ ചെയ്യണം. ഇന്നത്തെ കാര്യം ഇപ്പോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് അത്രയും പെട്ടെന്ന് ചെയ്യണം. അതായത് പിന്നീടത്തേക്ക് വെക്കാൻ പാടില്ല ഒരു പണിയും. നാളെ ചെയ്യാന്നൊക്കെ നമ്മൾ നോക്കുമല്ലോ, അതൊന്നും പാടില്ല. കാരണം പൽമേ പർലയ ഹോएगी, പർലയ പറഞ്ഞാൽ പ്രളയം, പൽമേ പറഞ്ഞാൽ ക്ഷണനേരം കൊണ്ട് പ്രളയം വരെ സംഭവിക്കാം. അപ്പോൾ നമ്മൾ വിചാരിക്കും ബഹുരി കരേഗ കബ്, എപ്പോഴാണ് പിന്നെ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്തില്ലല്ലോ എന്നുള്ള രീതിയാവുമല്ലോ. അതാണ് എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ ചെയ്യേണ്ട പണികളൊക്കെ അതാത് സമയത്ത് അപ്പം തന്നെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി എപ്പോഴും നല്ലതായിരിക്കും. തേർഡ് ലൈൻ, ऐसी बानी बोलिए मन का आपा खोए, औरन को शीतल करे आपहु शीतल होए. ऐसी बानी बोलिए, ബാനി പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ്സ്, വാണി, ഇങ്ങനത്തെ സംസാരങ്ങൾ. സംസാരങ്ങൾ കുറച്ചും കൂടി നല്ലതായിരിക്കണം. മൻ കാ ആപ്പാ ഖോയ്, ആപ്പാ പറയുമ്പോൾ ഈഗോ തട്ടാത്ത രീതിയിൽ വേണം നമ്മൾ സംസാരിക്കാൻ. ഓരൻ കോ സോത്തൽ കരെ ആപ്പഹു സീത്തൽ ഹോയ്, മറ്റുള്ളവരെയും സന്തോഷിപ്പിക്കുകയല്ല, പക്ഷെ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഈഗോ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ വേണം സംസാരിക്കാൻ. അതാവുമ്പോൾ മറ്റുള്ളവർക്കും വേദനിക്കില്ല, നമ്മളുടെ ഈഗോനും ഹേർട്ടാവില്ല. നെക്സ്റ്റ് തുളസിദാസിൻ്റെ ലൈൻസാണ്. മുഖിയ മുഖ് സോ ചാഹിയെ, ഖാൻ പാൻ കോ ഏക്, പാലെ പോസെ सकल अंग, तुलसी सहित विवेक. आवत हिय हर्षे नहीं, नैनन नहीं स्नेह, तुलसी वहाँ ना जाइए, कंचन बरसे मेह. ആദ്യത്തെ രണ്ട് ലൈൻ നോക്കാം. മുഖിയ മുഖ് സോ ചാഹിയെ, ഖാൻ പാൻ കോ ഏക്, പാലെ പോസെ സകൽ അംഗ്, തുളസി സഹിത് വിവേക്. ഇതിൽ പറയണത് മുഖിയ പറഞ്ഞാൽ ഒരു ഹെഡ് ഉണ്ടല്ലോ, ഒരു പഞ്ചായത്തിൽ ഇപ്പോൾ ഹെഡാണെങ്കിലും ഏത് ഇപ്പോൾ ക്ലാസ് ലീഡർ ആണെങ്കിലും എന്താണെങ്കിലും മുഖ് പറഞ്ഞാൽ ഫേസ് പോലെ ആയിരിക്കണം. അല്ലെങ്കിൽ മുഖ് ഇവിടെ ഫേസ് അല്ല, ആക്ച്വലി ഇവിടെ വായയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഖാൻ പാൻ കോ ഏക്, നമ്മൾ എന്ത് കഴിച്ചാലും അത് വായിക്കൂടെയാണ് പോകുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പാലെ പോസെ സകൽ അംഗ്, തുളസി സഹിത് വിവേക്, അത് വിവേകത്തോടെ എല്ലാ അംഗങ്ങളിലേക്കും ബോഡി പാർട്സിലേക്കും അതിൻ്റെ ഓരോരോ അംശങ്ങൾ പോകും. അതുപോലെ ആയിരിക്കണം ഒരു ഹെഡ്. അതായത് പല ആൾക്കാർക്കും പല രീതിയിലായിരിക്കരുത്, ഒരേപോലെ വേണം എല്ലാവരെയും കണക്കാക്കാൻ. അതായത് ബിനാ ഭേദ് ഭാവയ്ക്ക് ഒരു ബുദ്ധിയും ശരിയുള്ള ബുദ്ധിയും വിവേകത്തോടെ വേണം ഓരോ കാര്യങ്ങൾ ഹെഡ് ചെയ്യാൻ. ആവത് ഹിയ ഹർഷേ നഹി, നൈനൻ നഹി സ്നേഹ, തുളസി വഹാന ജായിയെ, കഞ്ചൻ ബർസേ മേഹ്. തുളസിദാസ് പറയണത് ആവത് ഹിയ ഹർഷേ നഹി. ആവത് ഹിയെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ ഹൃദയത്തിലും, നയനൻ പറഞ്ഞാൽ കണ്ണിലും സ്നേഹം ഇല്ലെങ്കിൽ, അതായത് നയനത്തിലും ഹൃദയത്തിലൊന്നും സ്നേഹമില്ലെങ്കിൽ തുളസിദാസ് പറയണത് അവിടെ പോവാൻ പാടില്ല. അവിടെ ഈ കഞ്ചൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണത്തിൻ്റെ മഴ പെയ്താലും ശരി, ഹൃദയത്തിലും കണ്ണിലും സ്നേഹമില്ലെങ്കിൽ അവിടെ പോകാൻ പാടില്ല. അതായത് ഇവിടെ ആത്മസമ്മാനം, റെസ്പെക്റ്റും സെൽഫ് റെസ്പെക്റ്റും സ്നേഹത്തിനെ കുറിച്ചാണ് പറയുന്നത്. അതൊന്നും ഇല്ലാണ്ട് നമ്മൾ എവിടേക്കും പോകാൻ പാടില്ല. തേർഡ് വൺ തിരുവള്ളുവരുടെ ലൈൻസാണ്.
उचित समय की वृष्टि से जीवित है संसार, मानी जाती है तभी वृष्टि अमृत की धार. हमने अनुसंधान से जितने पाए तत्व, उनमें कोई सत्य सम पाता नहीं महत्व. फर्स्ट 2 लाइन्स. उचित समय की वृष्टि से जीवित है संसार, मानी जाती है तभी വൃഷ്ടി അമൃത് കി ധാർ. ഇവിടെ ടൈമിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് പറയണത്. അതായത് ശരിക്കുള്ള അവസരത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. സമയം, അതായത് സഹി സമയം ഓർ സഹി നിർണയം, അതായത് ശരിക്കുള്ള സമയത്ത് ശരിക്കുള്ള ഡിസിഷൻസ് എടുത്താലേ അത് അമൃതം പോലെ മധുരിക്കുള്ളൂ. അതാണ് വൃഷ്ടി അമൃത് കി ധാർ. കറക്റ്റായിട്ട് ടൈമിൽ കറക്റ്റ് ഡിസിഷൻസ്, കറക്റ്റായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ അതിന് പോസിറ്റീവ് റിസൾട്ട് അല്ലെങ്കിൽ പോസിറ്റിവിറ്റി അതിൽ നിന്ന് കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ഹംനെ അനുസന്ധാൻ സെ ജിത്നെ പായേ തത്വ ഉന്മേ കോയി സത്യസം പാതാ നഹി മഹത്വ. അതായത് എത്ര സത്യങ്ങൾ നമ്മൾ പഠിച്ചാലും എത്ര തത്വങ്ങൾ നമ്മൾക്ക് അറിയുകയാണെങ്കിലും കറക്റ്റ് സമയത്ത് കറക്റ്റ് സത്യങ്ങൾ ഒക്കെ എത്ര തത്വങ്ങളോ എത്ര സത്യങ്ങൾ നമുക്ക് അറിയുകയാണെങ്കിലും കറക്റ്റ് സമയത്ത് കറക്റ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രമേ ആ തത്വങ്ങളും ആ സത്യങ്ങൾക്കൊക്കെ വില ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. ഫോർത്ത് സങ്കലിത് എന്ന ആളുടെ 4 ലൈൻസാണ്. വിദ്യാ ധൻ ഉദ്യം നഹി കഹോ ജൂ പാവേ കോൺ ബിനാ ढुलाए ना मिले ज्यों पंखा की पौन. करत करत अभ्यास के जड़मती होत सुजान रसरी आवत जात थे सिल पर परत निशान. ആദ്യത്തെ 2 ലൈൻ വിദ്യാധൻ ഉദ്യം ബിന കഹോ ജൂ പാവേ കോൺ ബിനാ ഡുലായെ നാ മിലേ ജ്യോ പങ്ഖ കി പോൺ. അതായത് പരിശ്രമിക്കുക അല്ലാണ്ട്, ഉദ്യം പറഞ്ഞു കഴിഞ്ഞാൽ പരിശ്രമം ഇല്ലാണ്ട് വിദ്യ എന്ന് പറയുന്ന ധനം നമ്മൾക്ക് കിട്ടില്ല. അത് നേടണമെങ്കിൽ നന്നായി പരിശ്രമിച്ചേ പറ്റൂ. അത് എക്സാമ്പിൾ അവർ പറയണത് ബിനാ ഡുലായെ നാ മിലേ ജ്യോ പങ്ഖ കി പോൺ. അതായത് കൈവിശറി ഉണ്ടല്ലോ, അത് കൈ കൊണ്ട് ഇളക്കാണ്ട് നമുക്ക് കാറ്റ് കിട്ടില്ലല്ലോ. അതുപോലെയാണ് പരിശ്രമിക്കാണ്ട് നമുക്ക് ഒന്നും നേടാൻ പറ്റില്ല. നെക്സ്റ്റ് करत करत अभ्यास के जड़मती होत सुजान रसरी आवत जात थे सिल पर परत निशान. അതായത് കണ്ടിന്യൂ അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ്ലി അഭ്യാസം, അല്ലെങ്കിൽ നമുക്ക് പരിശ്രമിച്ചാൽ കൺസിസ്റ്റൻ്റ്, അതായത് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിലും എന്നും റെഗുലറായിട്ട് അത് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉള്ളൂ. നിരന്തര അഭ്യാസം, കണ്ടിന്യൂ ആയിട്ട് അഭ്യാസം ചെയ്താൽ മാത്രമേ അതിൻ്റെ അതുള്ളൂ. എന്നും അഭ്യാസം, അതായത് എന്നും പരിശ്രമിച്ചാൽ കുറച്ച് ബുദ്ധിയുള്ളവർക്കും കൂടി നല്ലൊരു പഠിത്തം കിട്ടുന്നതായിരിക്കും. ഇതിലും എക്സാമ്പിൾ പറയണത് കിണറുണ്ടല്ലോ, കിണറിൽ കല്ലിൽ സോഫ്റ്റായിട്ടുള്ള രസരി പറഞ്ഞു കഴിഞ്ഞാൽ കയറ് എന്നും നമ്മൾ റഗഡ് പറഞ്ഞു കഴിഞ്ഞാൽ ആവത് ജാത്തെ സിൽപ്പർ പരത് നിസാൻ. അതായത് എന്നും അതിൽ ഉരച്ചാൽ ആ എത്ര സ്ട്രോങ് കല്ലുകൾ ആണെങ്കിലും അതിലും കൂടി എന്തെങ്കിലും അടയാളം വരും. അതാണ് ഇവിടെ പറയുന്നത്. പ്രയത്നിച്ചാൽ, അതായത് എന്നും കൺസിസ്റ്റൻ്റായിട്ട് പ്രയത്നിച്ചാൽ എത്ര കഠിനമായ കാര്യങ്ങൾ ആണെങ്കിലും അത് നമുക്ക് നേടാൻ പറ്റും എന്നാണ് പറയുന്നത്.